Assisting individuals and families to promote and maintain their health എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്സ് ആണ്. ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്സ് ബേസിക്കലി നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനനുസരിച്ചാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന് പല ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹൈറ്റ് നോക്കാറുണ്ട്, വെയിറ്റ് നോക്കാറുണ്ട്, ചെസ്റ്റ് സർക്കംഫറൻസ് ചെയ്യാറുണ്ട്, ഹെഡ് സർക്കംഫറൻസ്, അബ്ഡോമിനൽ സർക്കംഫറൻസ്, പിന്നെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ഒക്കെ എടുക്കാറുണ്ട് അല്ലേ. ഇനി ഹൈറ്റ് എങ്ങനെയെന്ന് നമുക്ക് വെയിറ്റ് നോക്കാം. വെയിറ്റ് നമ്മൾ പൊതുവേ ചെയ്യുന്നത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇൻഫെൻറ്റോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം സ്പെഷ്യലായിട്ടുള്ള പാൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ വെയ് ചെയ്യുന്ന രീതിയിലുണ്ട്. ആൻഡ് പോർട്ടബിൾ സാൾട്ടർ സ്കെയില്, പിന്നെ വെയിറ്റ് ബീം അഥവാ ലെവർ ആക്സിനിയേറ്റഡ് സ്കെയിൽസ് ഉണ്ട്. അപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ ബേബീസ് ആണെങ്കിൽ 2.5 to 3.5 kg വരെ വരാം. ആൻഡ് അമേരിക്കൻസ്, പുറത്തുള്ള വിദേശ രാജ്യങ്ങൾ 3.5 to 4.5 ഒക്കെ അവർ നോർമലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ആൻഡ് നമ്മൾ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിൻ്റെ ഡബിൾ വെയിറ്റ് ആയിരിക്കണം 5th മന്തിൽ. ആൻഡ് 1 വയസ്സാകുമ്പോഴത്തേക്കും ട്രിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ആദ്യത്തെ ഓരോ മാസവും വി ആർ എക്സ്പെക്റ്റിംഗ് ദാറ്റ് ഒരു 500 gram എങ്കിലും കുഞ്ഞ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. എന്തിനാണ്, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ചെക്കിങ് ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്? കാരണം നമ്മുടെ വെയ്റ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ആണോ, അത് സ്റ്റണ്ടിങ് എന്തെങ്കിലും ഉണ്ടോ, മാൽന്യൂട്രീഷൻ ഉണ്ടോ, പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണോ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ റിട്ടാർഡേഷൻ ഉണ്ടോ, സ്റ്റണ്ടിങ് ഉണ്ടോ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹൈറ്റ് നോക്കാനാണെങ്കിലും 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെൻറ്റോമീറ്ററിനകത്ത് വെച്ച് തന്നെ നോക്കാം. അതിനകത്ത് ലെങ്ത്ത് മെഷർ ചെയ്യുന്നുണ്ട്. ആൻഡ് അല്ലാതെ 1 വയസ്സിന് ശേഷം ഉള്ള കുട്ടികളാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഒരു ക്രൗൺ ടു ഹീൽ എന്ന പോർഷനിൽ കുഞ്ഞിനെ ആദ്യം നേരെ കിടത്തുക. ആൻഡ് തലയുടെ മുകളിലായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആൻഡ് കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ടാണ് സ്കെയിലിൽ മാർക്ക് ചെയ്തെടുക്കുക. മുകളിൽ മുതൽ ആ ഹീല് വരെയുള്ള പോയിന്റ് നമ്മളെന്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യുക. ആൻഡ് മെഷറിംഗ് ടേപ്പ് കൊണ്ട് മെഷർ ചെയ്യാന്നാണ്. ആൻഡ് ലെങ്ത് ഓഫ് ദ ബേബി അറ്റ് ബർത്ത് ഇസ് ജനറലി 50 centimeter, 50 ആണ്. ആൻഡ് ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 50% കൂടി ഒന്ന് കൂട്ടണം. ദാറ്റ് ഈസ് 25 centimeter കൂടി കൂട്ടണം. 50 നിന്ന് 25 കൂട്ടിക്കഴിഞ്ഞാൽ 75 centimeter ആയിരിക്കണം ഫസ്റ്റ് ഇയർ ആകുമ്പോൾ. ഇനി 3rd ഇയർ ആവുന്ന സമയത്ത് ഇതിൻ്റെയും പകുതി, അത് 25ൻ്റെ പകുതി എത്രയാണ്? 12.5. ഒരു 12 centimeter കൂടി വീണ്ടും കൂടണം ഈ 75. ഓക്കെ, ആൻഡ് ഗേൾസ് ജനറലി ഒരു 16.5 വയസ്സാവുന്ന സമയത്തും അവരുടെ ഒരു ഹൈറ്റിൻ്റെ ഒരു 98% റീച്ച് ചെയ്യും. ആൻഡ് ബോയ്സ് ആണെങ്കിൽ 17.5 വയസ്സ് എത്തുമ്പോഴത്തേക്കും ഗേൾസ് അറ്റൈൻ ചെയ്ത് ആ ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്യും. ആൻഡ് ഇതാണ് പറയുന്നത്. പിന്നെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നമ്മൾ കുട്ടികൾക്കാണ് നോക്കുന്നത്. അതായത് രണ്ട് പ്രോസസ്സാണുള്ളത്. ആദ്യം കുട്ടിയോട് നമ്മുടെ കൈ ചെസ്റ്റിനടുത്തോട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറയണം. ആൻഡ് അക്രോണിയം പ്രോസസ്സും ഉണ്ട്, നമുക്ക് ഒലിക്രനോൺ പ്രോസസ്സും ഉണ്ട്. ഈ 2 ബോണി പ്രോമിനൻസിൻ്റെ ഇടയ്ക്കൂടെ മെഷറിംഗ് ടേപ്പ് കൊണ്ട് മെഷർ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ കൃത്യം പകുതിയിൽ വെച്ച് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് സർക്കിളായിട്ട് ഇങ്ങനെ എടുക്കുക. ആൻഡ് ജനറലി 16 centimeter ആണ് കാണുന്നത് ഒരു ജനിച്ച കുട്ടിക്കൊക്കെ. ആൻഡ് എപ്പോഴും ഹെഡ് സർക്കംഫറൻസ് ആയിരിക്കും ചെസ്റ്റ് സർക്കംഫറൻസിനെക്കാട്ടും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇൻ കേസ് ഓഫ് ജനിച്ച ആ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ. ഇപ്പം ഒരു 9 മാസമൊക്കെ ആവുന്ന സമയത്ത് ചെസ്റ്റ് സർക്കംഫറൻസ് അതേപോലെ തന്നെ ഹെഡ് സർക്കംഫറൻസ് ഈക്വൽ ആയിരിക്കും. പിന്നെയും നമ്മുടെ ഹെഡ് തന്നെയാണ് വലുതായിട്ടിരിക്കുന്നത്, ചെസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് കുട്ടി എന്തോ പ്രോട്ടീൻ എനർജി മാൽനറിഷ്ഡ് ആണെന്നൊക്കെയാണ്. കാരണം ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഹെഡ് സർക്കംഫറൻസിൻ്റെയും ചെസ്റ്റ് സർക്കംഫറൻസിൻ്റെയും ഒരു മെഷർ ചെയ്യാം. ഈ ഹെഡ് സർക്കംഫറൻസ് ചെയ്യുന്ന സമയത്ത് കൃത്യം സെൻറ്ററിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ചെവിയുടെ മുകളിലൂടെയാണ് ഇരിക്കുന്ന ടേപ്പ് വരേണ്ടത്.
ഇനി ഇപ്പം ചെസ്റ്റ് സർക്കംഫറൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ 2 ബ്രസ്റ്റിനെയും നടുക്കായിട്ട് നിപ്പിളിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത്, അതായത് കൈ ഇങ്ങനെ താഴ്ന്ന രീതിയിൽ കൊണ്ടുവരണം. ഓക്കെ, മെഷറിംഗ് ടേപ്പ് ആൻഡ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഇൻസ്പിറേഷൻ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ബോഡി ഫാറ്റ് ആണെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനകത്ത് മെയിൻലി ബോഡിയുടെ എനർജി നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. മെനി ആക്യുറേറ്റ് ആൻഡ് നിയർ ആക്യുറേറ്റ് മെത്തേഡായിട്ടുള്ള ഡെൻസിറ്റോമീറ്റർ ആൻഡ് ഡെക്സ, പക്ഷേ ഫിസിക്കൽ ആന്ത്രോപോമെട്രി യൂസിങ് സ്കിൻ ഫോൾഡ് കാലിപ്പേഴ്സ് ആർ പ്രാക്ടിക്കബിൾ ഇൻ ഫീൽഡ് സർക്കംഫറൻസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കിൻ ഫോൾഡ് കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡബിൾ ലെയർ ഓഫ് സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ഫാറ്റും. അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, സച്ചസ് ട്രൈസെപ്സ്, അബ്ഡമന് ആൻഡ് സബ് സ്കാപ്പുലാർ ആൻഡ് സബ് കോസ്റ്റൽ ഏരിയാസ്. ആൻഡ് ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ ഏജിനനുസരിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ആക്കുന്നുണ്ട്. ആൻഡ് ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഇപ്പം ഹെഡ് സർക്കംഫറൻസ് ജനിക്കുന്ന സമയത്ത് ഒരു 34 സെൻറ്റിമീറ്ററും ആൻഡ് ചെസ്റ്റിൻ്റെ സർക്കംഫറൻസ് 32 സെൻറ്റിമീറ്ററും ആയിരിക്കും. ആൻഡ് ബിഹേവിയറൽ ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ കുഞ്ഞിൻ്റെ മോട്ടോർ ഡെവലപ്മെൻറ്റ്, ഗ്രോസ് മോട്ടറും ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് നോക്കണം. ദെൻ ബിഹേവിയറൽ നോക്കണം, ലാംഗ്വേജ്, അഡാപ്റ്റീവ്, മോറലായിട്ടുള്ള വാല്യൂസ് കുഞ്ഞിനുണ്ടോ എന്നൊക്കെ നോക്കുക. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ഉണ്ടോ നോക്കുക. പിന്നെ നമുക്ക് ഗ്രോത്ത് ചാർട്ടുണ്ട് ബോയ്സ് ആൻഡ് ഗേൾസിനും. ബോയ്സ് ആണെങ്കിൽ നീല ചാർട്ടും ഗേൾസ് ആണെങ്കിൽ ഒരു പിങ്ക് ചാർട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം എക്സ് ആക്സിസിൽ കുഞ്ഞിന് എത്ര മാസമായി, മന്ത് ആക്സിസ് എന്ന് വിളിക്കും. ആൻഡ് ഇവിടെ ഏജസ് റെക്കോർഡഡ് ഇൻ കംപ്ലീറ്റഡ് വീക്സ് ഓർ മന്ത്സ് ഓർ ഇയേഴ്സ്. ഓക്കെ, ഇനി അതേസമയം വൈ ആക്സിസിൽ വരുന്ന സമയത്ത് കുഞ്ഞിന് എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്ത്, ദാറ്റ് ഈസ് ഇൻ കിലോഗ്രാം നോക്കാറുണ്ട്. അപ്പോൾ മന്ത് ആക്സിസ് ഉണ്ട്, വെയിറ്റ് ആക്സിസ് ഉണ്ട്. ആൻഡ് ഓരോ ഗ്രോത്ത് ചാർട്ടിലും 3 പ്രിൻറ്റഡ് ഗ്രോത്ത് കർവ്സ് ആണ് ഉള്ളത്. അതിനെ നമ്മൾ റെഫറൻസ് ലൈൻ അഥവാ ഇസഡ് സ്കോർ ലൈൻസ് എന്ന് വിളിക്കും. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് വെൻ ദ പ്ലോട്ടഡ് ലൈൻ ഈസ് എബവ് ദ സെക്കൻഡ് കർവ് ദ ചൈൽഡ്സ് ഗ്രോത്ത് ഇസ് നോർമൽ. ഈ പ്ലോട്ടഡ് പോയിന്റ് സെക്കൻഡിൻ്റെയും തേർഡ് കർവിൻ്റെയും ബിറ്റ്വീൻ ആണെങ്കിൽ ചൈൽഡ് മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് ആയിരിക്കും. ഇനി പ്ലോട്ടഡ് പോയിന്റ് തേർഡ് കർവിനെക്കാട്ടും ബിലോ ആണെങ്കിൽ കുട്ടി അണ്ടർ വെയ്റ്റ് ആണ്. നമ്മൾ നോക്കണം പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടോ, കോഷിയോക്കർ ഉണ്ടോ, മെറാസ്മസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, സോ അപ്വേർഡ് ഗ്രോത്ത് കർവ് ആണെങ്കിൽ ഗുഡാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കർവ് ആണെങ്കിൽ ഡേഞ്ചറസ് ആണ്, ഡൗൺവേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് കർവ് ആണെങ്കിൽ വെരി ഡേഞ്ചറസ് ആണ്. ആൻഡ് യൂസ് ഓഫ് ഗ്രോത്ത് ചാർട്ട് ഇറ്റ്സ് എ യൂസ്ഫുൾ ടൂൾ ഫോർ മോണിറ്ററിങ് ഗ്രോത്ത്. പിന്നെ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ടീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രോത്ത് ചാർട്ട് ഒരു 5 to 19 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ അവരുടെ BMI കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. വെയിറ്റ് കിലോഗ്രാമിലാണ് നോക്കുന്നത്. ഓക്കെ, ഇനി ബോഡി മാസ് ഇൻഡെക്സ് ആണ് ഇപ്പം BMI എന്ന് പറഞ്ഞത്. നോർമൽ ആയിട്ടുള്ള ലെവൽ 18.5 to 24 ഒരു 5 വരെ വരുന്നുണ്ട്. 24.9 വരെ നോർമൽ റേറ്റ്, 18.5 to 24.9 വരെ നോർമലാണ്. ഇനി 25 to 29.9 ആണെങ്കിൽ നമ്മൾ പ്രീ ഒബിസിറ്റി എന്ന് വിളിക്കും. ഇപ്പോൾ എത്ര എത്തി? 29.9 എത്തി അല്ലേ. ഇനി 30 to ഒരു 34.9 വരെ ആണെങ്കിൽ ഒബിസിറ്റി ക്ലാസ് 1 എന്ന് പറയാം. ആൻഡ് ഇപ്പം എത്രയാണ്, ഒരു 30-35 കാര്യം പറഞ്ഞ്. ഇനി 35 to 39.9 ആണെങ്കിൽ ഒബിസിറ്റി ക്ലാസ് 2 ആണ്. ആൻഡ് 40 മുകളിലാണെങ്കിൽ ഒബിസിറ്റി ക്ലാസ് 3 ഓർ എബവ് ആയിട്ടാണ് വരുന്നത്. സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് നോക്കുമ്പോഴത്തേക്കും കുട്ടികൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണോ നമ്മൾ നോക്കും. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, മോറലായിട്ടുള്ള വാല്യൂസ് ഉണ്ടോ, ബാക്കിയുള്ളവരോട് ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടോ, പിള്ളേരുടെ പെയിൻ മാനേജ്മെൻറ്റ് സ്കില്ല് എങ്ങനെയാണ്, അഡാപ്റ്റബിലിറ്റി നോക്കാറുണ്ട്. പിന്നെ പ്ലേ എങ്ങനെയാണ്, പിള്ളേർ അസോസിയേറ്റഡ് പ്ലേ ആണോ അല്ലെങ്കിൽ സോളിറ്ററി പ്ലേ ആണോ, ഒറ്റയ്ക്കിരുന്നാണ് കളിക്കുന്നതെന്നൊക്കെ നോക്കാം.
ആൻഡ് കൾച്ചറൽ അവെയർനെസ് ആൻഡ് ഡൈവേഴ്സിറ്റി, ബാക്കിയുള്ള കൾച്ചറിലുള്ള സ്റ്റുഡൻസിനെയും ചിൽഡ്രൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നോ നോക്കാം. അടുത്തയാണ് ടെമ്പറേച്ചർ ആൻഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ടെമ്പറേച്ചർ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഹീറ്റ് ലോസ്. അപ്പം ടെമ്പറേച്ചറിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ഹീറ്റ് ലോസ് ആവുകയോ ചെയ്യാം. നമുക്ക് എവിടെയൊക്കെ വെച്ച് നോക്കാം? ആക്സിലെ നോക്കാം, ഓറൽ നോക്കാം, ടിംഫാനിക് നോക്കാം, ദെൻ റെക്ടൽ നോക്കാം. ഇനി ഓറലാണ് നമ്മൾ എന്തിനാണ് ടെമ്പറേച്ചർ നോക്കുന്നത്? ഒബ്ജക്റ്റീവ്സ്, മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ അറിയാനായിട്ട് സാധിക്കും. അതിന് കൂടി ഹൈപ്പർ തെർമിയ ആകുന്നുണ്ടോ, കുറഞ്ഞ് ഹൈപ്പോതെർമിയ ആയിട്ട് ഷോക്കിലോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ബോഡിയിൽ എന്തെങ്കിലും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ അറിയാം എന്നൊക്കെ നമ്മൾ ടെമ്പറേച്ചർ നോക്കാറുണ്ട്. ഇതൊരു ബേസിക് വൈറ്റൽ സയൻസ് ആണ്. ഇനി ഓറലിലാണ് തെർമോമീറ്റർ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. നമ്മൾ വായിൽ അൾസേഴ്സ് ഉണ്ട്, വായിൽ ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് മെൻ്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻ്റാണ്, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിലൊന്നും നമ്മൾ ഓറലി അൺകോൺഷ്യസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് അല്ലാത്ത പേഷ്യൻസിനൊന്നും നമ്മൾ ഓറലി കൊടുക്കാറില്ല. ദെൻ ഒരു ഫോർമുലയുണ്ട് ഈ ടെമ്പറേച്ചറിനകത്ത് തന്നെ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന C=F-32 × 5/9 പഠിച്ചേക്കണം കേട്ടോ. C=F-32 × 5/9 എന്ന്. 5/9 ആണ്. ഇനി തിരിച്ചാണ് പറയുന്നതെങ്കിൽ F=9/5 × C+32. റെക്റ്റലി എല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. റെക്റ്റലി പ്ലേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലേസ് ചെയ്യാൻ നേരത്ത് പൊസിഷൻ ചെയ്തിട്ട് ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസേർട്ട് ചെയ്യണം. ആൻഡ് നമുക്ക് റീഡിങ് നോക്കാം. ഇനി ടിംപാനിക്ക് വെക്കാൻ പറ്റും, പിന്നെ ടിംപാനിക്ക് വെക്കാൻ പറ്റും, ആക്സിലറി വെക്കാൻ പറ്റും, ഒക്കെ വെക്കാൻ പറ്റും. ആൻഡ് റെക്റ്റലാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സൈസ് പറയുന്നുണ്ട്. 3.5 to 4 സെൻറ്റിമീറ്റർ നമുക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാമെങ്കിൽ, ഇൻഫൻ്റ് ഒക്കെ ആണെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ പ്ലേസ് ചെയ്യാവുള്ളൂ അകത്തോട്ട്. ആൻഡ് ഒരു ചൈൽഡൊക്കെ വരുന്ന സമയത്ത് 2.5 സെൻറ്റിമീറ്ററോളം അകത്തോട്ട് പ്ലേസ് ചെയ്യാം. ആക്സിലറി വെക്കുന്നെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ആർട്ടിക്കിൾസിനകത്ത് വരുന്നതാണ് തെർമോമീറ്റർ വരുന്നുണ്ട്, ദെൻ ഒരു ബൗളിനകത്ത് കോട്ടണ്, ദെൻ നമുക്ക് പണ്ടത്തെ തെർമോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മെർക്കുറി 2-3 ബൗളൊക്കെ പ്ലേസ് ചെയ്യുക. കാരണം വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്തിടാൻ വേണ്ടി കോട്ടൺ വയ്ക്കുക, ബൗൾ വയ്ക്കുക, ഡോക്യുമെൻറ്റേഷന് പേപ്പറും നോട്ട്ബുക്കും പ്ലേസ് ചെയ്യുക. ആൻഡ് അലോങ് വിത്ത് ദിസ് നമ്മൾ പേഷ്യൻറ്റിനോട് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക, കറക്റ്റായിട്ടുള്ള പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക. ആൻഡ് പേഷ്യൻറ്റിന് ആക്സിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക, ഒരുപാട് റബ്ബ് ചെയ്യരുത്. കാരണം ഫ്രിക്ഷൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസും ഒരു ഫോൾസ് റീഡിങ് അവിടെ തരുന്നുണ്ട്. ആൻഡ് നമ്മൾ തെർമോമീറ്റർ എടുത്ത് അതിൻ്റെ കവർ ഊരിയിട്ട് തെർമോമീറ്ററിൻ്റെ ബൾബ് ടു സ്റ്റെം ഒന്ന് വൈപ്പ് ചെയ്യുക. ആൻഡ് ഈ ബൾബിൻ്റെ സെൻറ്റർ പോർഷൻ, ബൾബിൻ്റെ ഒരു ടിപ്പ് പോർഷൻ നമ്മൾ ആക്സിലയുടെ സെൻറ്ററിലാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലിനോട് കൈ ക്ലോസർ വയ്ക്കാൻ പറയുക. ആൻഡ് ഇത് കൈയിൻ്റെ കേസിൽ ഇങ്ങനെയാണ്. വായിൻ്റെ കേസ് വരുന്ന സമയത്ത് അവരോട് ഇങ്ങനെ ബൈറ്റ് ചെയ്യരുതെന്ന് പറയണം. ഇൻസ്റ്റഡ് ഒന്ന് ഇങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് വെക്കുന്നത് പോലെ നമുക്ക് പ്ലേസ് ചെയ്യാം ആയിട്ട്. ആൻഡ് വൺസ് ആ ഒരു തെർമോമീറ്ററിൽ നിന്ന് ബീപ്പ് സൗണ്ട് കേട്ടാൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ. ഇത് എടുത്തതിന് ശേഷം വൈപ്പ് ചെയ്യുക ഫ്രം സ്റ്റെം ടു ബോട്ടം. ആൻഡ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ആർട്ടിക്കിൾസ് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഫൈൻഡിങ്സ് നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് എ നഴ്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. മെഡിക്കൽ ഹാൻഡ് വാഷിങ് ചെയ്യാനുള്ളത്. പിന്നെ റെക്റ്റിലാണെന്നുണ്ടെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻ, പേഷ്യൻ്റ് ഹെമറോയിഡോ ഫിഷറോ ഫിസ്റ്റുലോ ഉണ്ടെങ്കിലോ അവിടെ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ട് റീസെൻ്റ് ആയിട്ട് സർജറി കഴിഞ്ഞെങ്കിലൊന്നും റെക്റ്റിൽ ഫോളോ ചെയ്യരുത്. ഇനി ആക്സിലറി വരുന്ന സമയത്ത് ആക്സിലറി സർജറി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആക്സിലറി ലീഷൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല.
ഇപ്പം ടെമ്പറേച്ചർ കൂടിയ അവസ്ഥയെ നമ്മൾ ഹൈപ്പർ തെർമിയ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ പൈറക്സിയ എന്ന് വിളിക്കും, പൈറക്സിയ ഫീവർ. അടുത്തയാണ് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്, ബ്ലഡ് എല്ലാ ആർട്ടറീസിലൂടെയും ബോഡിക്ക് എല്ലായിടത്തും ആവശ്യത്തിനുള്ള എനർജി വേണം. ആ എല്ലായിടത്തും എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലഡ് ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ആരാണിത് പമ്പ് ചെയ്യുന്നത്? ഹാർട്ടാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ് കാരണം, പ്രായം കൂടുന്നതിൽ കാരണം, ലൈഫ് സ്റ്റൈല് കാരണം, ഡയറ്റ് ഹാബിറ്റും ഒക്കെ നമ്മുടെ വോൾസിലോട്ട് ഒരു ലാറ്ററൽ പ്രഷർ ഈ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ബ്ലഡ് പ്രഷർ ഇസ് എ ലാറ്ററൽ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ആർട്ടറീസ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രായം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബി പി നോക്കുന്നത് കൂടി വരാം. നോർമൽ ലെവൽ 120/80 mm/Hg ആണ്. ദെൻ സെക്സ്, അടുത്തത് മെനോപോസ് വരെ മെയിൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 5 mm/Hg കുറവായിരിക്കും. അതിനുശേഷം പിന്നെ അവർ ടാലി ആകും, വിച്ച് ഈസ് ഇക്വാലൻ്റ് ടു ഓഫ് ദ മെനോപോസിന് ശേഷം. അടുത്തത് സ്ലീപ്പാണ്. സ്ലീപ്പിൻ്റെ സമയത്ത് ഒരു 15 മുതൽ 20 mm/Hg വരെ കുറവായിരിക്കും. ദെൻ ഫുഡ് ഓർ ആഫ്റ്റർ മീൽ സിസ്റ്റോളിക് ബി പി കുറച്ചും കൂടി ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. എക്സസൈസിന് ശേഷമാണെങ്കിൽ ഒരു 20 to 30 mm/Hg കൂടും. പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണെങ്കിൽ ഒരു ലിറ്റിൽ എഫക്റ്റ് ഡയസ്റ്റോളിക് പ്രഷറിന് കൊടുക്കാറുണ്ട്. പിന്നെ സിസ്റ്റോളിക് പ്രഷർ 40 മുതൽ 50 mm/Hg വരെ കൂടാം, ഇപ്പം നമ്മളൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള മസ്കുലർ ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നാൽ. അടുത്തത് ഇമോഷണൽ കണ്ടീഷൻസ്. നമുക്ക് സ്ട്രെസ്ഡ് ആണ്, ആൻഷ്യസ് ആണ്, സാഡ് ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. അടുത്തയാണ് എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് വേണ്ടുന്നതെന്ന്. ആദ്യം ഒരു സ്പിഗ്മോ മാനോമീറ്റർ വേണം. അലോങ് വിത്ത് ദാറ്റ് ബി പി കഫ് പല സൈസുണ്ട്, കുറച്ചും കൂടി എന്താണ് ഒരു മോഡറേറ്റ്, ലാർജ്, സ്മോൾ ലെവലുണ്ട്. ദെൻ ഒരു കപ്പിനകത്ത് ബൗള് വിത്ത് കോട്ടൺ, ഒരു ബൗളിനകത്ത് കോട്ടൺ പീസസ് വേണം. ആൻഡ് സ്റ്റെതസ്കോപ്പ് വേണം. ദെൻ ഡോക്യുമെൻറ്റേഷന് വേണ്ടി പേപ്പർ വയ്ക്കുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഒരു നോട്ട് പാഡ്. ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനോട് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക, പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നന്നായിട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു നീഡ് മനസ്സിലാക്കുക. പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ ബി പി കഫ് നന്നായിട്ട് കെട്ടണം. ഒരു എന്താണ് 2.5 സെൻറ്റിമീറ്റർ എബവ് ദ ഒരു മിഡ് ക്യൂബിറ്റലിൽ നിന്നൊക്കെ 2.5 സെൻറ്റിമീറ്റർ അകത്തോട്ട് വയ്ക്കുക. ആൻഡ് കെട്ടിയതിന് ശേഷം കൈ 2 ഫിംഗേഴ്സ് അകത്തോട്ട് പ്ലേസ് ചെയ്തിട്ട് നോക്കുക സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ആൻഡ് ബി പി കഫ് കെട്ടിയതിന് ശേഷം നമ്മൾ റേഡിയൽ പൾസ് നോക്കി ബി പി കഫ് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. അപ്പം നമുക്കിങ്ങനെ പൾസ് കേട്ടുകൊണ്ടേയിരിക്കാം. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് ഡിസപ്പിയർ ആവും, അതുവരെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം എനിക്ക് കിട്ടുന്നത് 110 ആണ്. 110 ആയ സമയത്ത് ആ പൾസ് റേറ്റ് അങ്ങ് പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റെതസ്കോപ്പ് നമ്മൾ ചെവിയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ ബഡാണെങ്കിലും ഡയഫ്രം ആണെങ്കിലും ഓരോ കോട്ടൺ പീസ് കൊണ്ട് ഒരു സ്ട്രോക്ക് രീതിയിൽ വൈപ്പ് ചെയ്തിട്ട് ആൻഡ് ഇത് ബ്രക്കിയൽ പൾസിൻ്റെ അവിടെ പ്ലേസ് ചെയ്യുക. അവിടെ നമ്മളൊന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം ബ്രക്കിയൽ പൾസ് അവിടെ ഉണ്ടോ എന്ന്. അതിനനുസരിച്ച് വേണം സ്റ്റെതസ്കോപ്പ് പ്ലേസ് ചെയ്യാനുള്ളത്. പ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 110 ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 20 to 30 mm/Hg കൂടുതലായിട്ട് അടിക്കുക. ബി പി കഫ് ഇൻഫ്ലേറ്റ് ചെയ്യണം. ഒരു 140 വരെയൊക്കെ അല്ലെങ്കിൽ 130-140 വരെയൊക്കെ മാക്സിമം ഇൻഫ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ കിട്ടുന്നെങ്കിൽ കൂടുതൽ വീണ്ടും ഇൻഫ്ലേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് പതുക്കെ ഡയസ്റ്റോളിക്ക് കിട്ടുന്ന ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബ്ലഡ് പ്രഷർ കിട്ടുന്ന പോയിന്റ് വരെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യാനുള്ളത്. സൗണ്ട് കേൾക്കും, അപ്പോൾ ഇവിടെ നിർത്തണം. നമുക്ക് എപ്പോഴാണോ നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്നത് അതുവരെ ചെക്ക് ചെയ്യണം. ആൻഡ് സ്ലോലി ഡീഫ്ലേറ്റ് ദ കഫ് അറ്റ് എ റേറ്റ് ഓഫ് 2 to 3 mm/s, നോട്ടിങ് വെൻ ദ കൊട്ട് ഓഫ് സൗണ്ട് അപ്പിയേഴ്സ് ആൻഡ് ഡിസപ്പിയേഴ്സ്. അതായത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഫ് ഊരി റീപ്ലേസ് ചെയ്യുക. ആൻഡ് വൺസ് ആർട്ടിക്കിൾസ് റീപ്ലേസ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യുകയും വേണം.
ദെൻ ചില കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇപ്പം ആ ഒരു കൈയിൻ്റെ ഏരിയയിൽ എന്തെങ്കിലും സർജറി, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്തെങ്കിൽ ആ കൈ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കൈയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ക്യാനുല ആ കയ്യിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാനുലയിൽ BP എടുക്കാൻ പാടില്ല. 2 കയ്യിലും ക്യാനുല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇടാറുണ്ടല്ലോ, ഒരു കയ്യിൽ ക്യാൻഡിലുണ്ട് ഒരു കയ്യിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ക്യാൻഡിലുള്ള കയ്യിൽ നിന്ന് തന്നെ വീണ്ടും എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. സോ ടോട്ടൽ നമ്മൾ പഠിച്ചത് ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ് പഠിച്ചു, ബോഡി മാസ് ഇൻഡെക്സ് പഠിച്ചായിരുന്നു, ആൻഡ് കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം, ടെമ്പറേച്ചറും പഠിച്ചു, ബ്ലഡ് പ്രഷറും പഠിച്ചു. ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ